അതെ തീരുമാനമൊക്കെ അല്പമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നാലേ 79 ബോംബെയിൽ വെച്ച് കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചു. കർത്താവിന് ആഹ്വാനം കർത്താവ് മാറ്റി തന്നു. കർത്താവ് എന്റെ പേര് ജീവിതവസത്തിന്റെ കർത്താവ് എഴുതി. കർത്താവ് അങ്ങനെ 10 വർഷക്കാലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലിബന്ധത്തിലായിരുന്നു. അതിനുശേഷം ദൈവവചനം പഠിക്കാൻ വേണ്ടി പൂർണ്ണസമയം കർത്താവിന് വേണ്ടി ഇറങ്ങണമെന്ന ആഗ്രഹപ്രകാരം ഞങ്ങള് കർത്താവിനെ പഠിക്കാൻ വേണ്ടി ജോലി വിളിച്ചിട്ട് നാട്ടിലേക്ക് കടന്നു വന്നു. നാട്ടിൽ കടന്നു മണക്കാനായാലും ദൈവത്തിന് വചനം പഠിച്ചു. അതിനുശേഷം ദിവസം പ്രാർത്ഥിച്ചു എവിടെയാണ് കടന്നു പോകേണ്ടത് ഉടനെ ദൈവം കടക്കേണ്ടി കാണിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിരായിലേക്ക് പോകാൻ കർത്താവ് ഇടയാക്കി. വിരായിൽ വെച്ച് കർത്താവിന്റെ ഇവിടെ സൂക്ഷിച്ച കർത്താവിന്റെ ഭാഷ ജോസഫുമായിട്ട് പരിചയപ്പെടുവാൻ ഒരുമിച്ച കാര്യപ്പെട്ട ഇടയാക്കി. കർത്താവിനെ സ്തുതിക്കാൻ കർത്താവിന്റെ ദാസ്യമായിട്ടുള്ള കൂട്ടായ്മ ഞാൻ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. കർത്താവിന്റെ സ്വന്തം സാക്ഷ്യത്തോടുകൂടി ആ പ്രദേശത്തെ കർത്താവ് വേല ചെയ്ത കർത്താവിന്റെ ദാസ്യമാണ് കർത്താവിന് ജോസഫ്. കർത്താവിന്റെ സ്വന്തം പ്രകാരം ഇവിടെ കണ്ടുവരുവാൻ നോക്കണം. ഞാൻ കറന്ന് നോക്കി കർത്താവിന്റെ ദാസ്യമായിട്ട് ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ് ഞാൻ ആഗ്രഹിച്ച കർത്താവിന്റെ സ്വന്തം. രാവിലെ ഞാൻ പറഞ്ഞിരുന്നു 10 മണിക്കുള്ളിൽ ഇവിടെ എത്തുമെന്ന്. കർത്താവിന്റെ സ്വന്തം 8 മണിക്ക് കാറ് വെട്ടി വന്നു. ഞങ്ങള് പെട്ടെന്ന് റെഡിയായി കറക്റ്റ് സമയത്തിൽ എത്തിച്ചെന്നാൽ ഇവിടെ വരുന്ന വഴിക്ക് വെളിയെന്നുള്ള സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് വന്ന സമയത്ത് കാറിന്റെ ആക്സിഡന്റ് ഒടിഞ്ഞു പോയി. കർത്താവിന്റെ ആക്സിഡന്റ് ഒടിഞ്ഞാലും കാർ പഞ്ചറായാലും കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ പറയാം ഞാൻ വണ്ടി ശരിയാക്കി ഞാൻ പൈസയും കൊടുത്ത് വണ്ടി ശരിയാക്കി കുറെ വന്നേക്കാം. വേറെ വണ്ടി ഉടനെ പിടിച്ചു വന്നു. കർത്താവിന്റെ സ്വന്തം അങ്ങനെ ക്ഷേമത്തോടുകൂടി കടവഴിയാക്കി. അതിനുശേഷം വേറൊരു പോരാട്ടം ഉണ്ടായി. ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു രോഗി ഇവിടെ കുണ്ടറ കിടപ്പുണ്ട്. കർത്താവിന്റെ സ്വന്തം ഇന്നത്തെ പ്രിയപ്പെട്ട ബന്ധപ്പെട്ട ഒരു മാതാവാണ്. ആ മാതാവ് ആസന നിലയിൽ കിടക്കുകയാണ്. ആ മാതാവിനെ കാണാൻ വേണ്ടി ഇത് സമയം കഴിഞ്ഞ് പോകണം. സമയം കഴിഞ്ഞ് 1 മണി വരെ സമയം അനുഗ്രഹമായി എല്ലാ സന്തോഷമായി കഴിഞ്ഞ ശേഷം സമാധാനമായിട്ട് അവിടെ പോകാൻ വേണ്ടി ചിന്തിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മാതാവിനെ ലോകത്ത് മാറ്റപ്പെട്ടു. കർത്താവിന്റെ സ്വന്തം 12 മണിക്ക് ഇപ്പോൾ പള്ളിയാരാധന കഴിഞ്ഞ് 12 മണിക്ക് അവിടെ ശുശ്രൂഷ ആരംഭിക്കും. 2 മണി ആകുമ്പോഴത്തേക്ക് ബോഡി എടുക്കുന്നതാണ് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും 2 മണിക്ക് മുമ്പ് എടുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ സ്വന്തം പോരാട്ടം ഉണ്ടെങ്കിൽ തന്നെയും ദൈവഭക്തമായിട്ടുള്ള കൂട്ടായ്മ അനുഗ്രഹമാണ്. പറയുന്നുണ്ട് മരിച്ചവർ തന്നെ മരിച്ചവരെ എന്തോ കണ്ടത് കർത്താവിന്റെ സ്വന്തം കണ്ടാൽ മതി. അതിനെക്കാട്ട് വലിയ സന്തോഷം എന്ന് പറയുന്നത് ദൈവമാർക്കുമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഞാൻ സമയത്ത് ഞാൻ നിർത്തിക്കൊള്ളാൻ. കർത്താവിന്റെ സ്തോത്രം. ഒരു വേദഭാഗം ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വായിക്കുന്നു. യോശുവ 3-ാം അധ്യായത്തിൽ 5. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ പേരിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം 430 വർഷക്കാലം ഇസ്രായേലിൽ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന ആ സ്ഥാനത്ത് ഇസ്രായേൽ രാജാവായ ഫറവോൻ അവരെ വളരെ കഠിനമായിട്ട് പീഡിപ്പിച്ചു. ഇരുമ്പ് ചൂളലിൽ കൂടെ കയറ്റിവിട്ടതാണ് നമ്മൾ വായിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു ഇരുമ്പ് ചൂളലിൽ കൂടെ അവർ കയറ്റിവിട്ടു. ഒരു ചൂളലിൽ കൂടെ അപ്രകാരം ഒരു സാധനം ഒരു പാത്രം കയറി വരുന്നത് പോലെ നേരമായി ഇസ്രായേലിനെ ഫറവോ രാജാവ് പീഡിപ്പിച്ചു. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ജനത്തിന്റെ കണ്ണുനീര് കണ്ടതായ യഹോവയായ ദൈവം കർത്താവിന്റെ സ്തോത്രം വായിക്കുമ്പോൾ യഹോവയായ ദൈവം അവരെ കണ്ടു, യഹോവയായ ദൈവം അവരെ ഓർത്തു. സ്തോത്രം. യഹോവയായ ദൈവം ഇറങ്ങുന്നത് മോശം ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ജനത്തിനെ കണ്ടതാ ഞാന് കണ്ടു. കാര്യം ഒന്ന് പറഞ്ഞതും 2 കാര്യം ഒരുമിച്ച് പറഞ്ഞത് വ്യത്യാസം. കണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കണ്ടു. പിന്നെന്താ പറഞ്ഞത്? അവരുടെ നിലവിളി ഞാന് കേട്ടു. അത് വിടിയിപ്പാൻ വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. കർത്താവിനെ വിടിയിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ അവരുടെ മധ്യ വസിക്കുകയും അവരെനിക്ക് ദൈവം അവരെനിക്ക് ജനമായും ഞാനൊരു ദൈവമായി ഇരിക്കും. അല്പം പേരെ ഉള്ളുവെങ്കിലും സ്വന്തം നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. രാജാവായ ഗുലാമിക്കൊണ്ടിരിക്കണം. രാജാവാരാന്നറിയാമോ? മഹാരാജാവാണ്. ഒരിക്കലേ തമിഴ്നാട്ടിലെ ഒരു ദൈവത്തിന്റെ ദാസം പോയി സൂക്ഷിക്കാൻ വേണ്ടി കടന്നുപോയി. കർത്താവിന്റെ സ്വന്തം ഹനുമാൻ സേവയുള്ള വലിയ ഒരു സ്ഥലമാണ്. ഹനുമാൻ സേവ അറിയാമായിരിക്കും. ഉടനെ അവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു,
ഇവിടെ അല്ലെങ്കിൽ ആ സോദരം ഇവിടെ വന്നിരുന്ന പറ്റത്തില്ല. ഇവിടെ വലിയ ശക്തി പറയാം. ഹനുമാനാണ് ശ്രമിക്കും. എന്നാൽ ദൈവത്തിന്റെ ആസോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ വലിയ പൂജാരിന്റെ വലിയ ശക്തി വന്നു. സാത്താനൊരു ശക്തി ഉണ്ട് കേട്ടോ. ദൈവത്തിന് ശക്തി ഉണ്ട്. പക്ഷേ സാത്താൻ എന്തുണ്ട്? അവൻ അതിശക്തനല്ല. സ്വന്തം നമ്മളെ കണ്ടാൽ പറയുമ്പോൾ അവൻ സർവശക്തനാണ്. ബാലിനെ സേവിക്കുന്ന പ്രവാചകന്മാരെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. കർമ്മേജി വെച്ച് എന്താ പ്രാർത്ഥിച്ചത്? തീ ഇറക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തു? എന്താ പ്രാർത്ഥിച്ചു? ബാലെ ഉത്തരമരണമേ, ബാലെ ഉത്തരമരണമേ എന്നവർ പ്രാർത്ഥിച്ചു. പക്ഷേ ബാല് ഇത്രം അറിവില്ല. എന്താ ബാല് ശക്തിയായിട്ടാണോ? നേരത്തെ അവർ തീ ഇറക്കിയിട്ടുണ്ട്. ബാല് തീ ഇറക്കിയിട്ടുണ്ട്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് പരിചയം അവർക്കുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ബാല് തീ ഇറക്കിയില്ല. കാര്യം എന്താണെന്നറിയാമോ? ബാലിന്റെ ശക്തിയുടെ തടഞ്ഞു കണ്ടാൽ വിശ്വാസത്താൽ അവർ തീയുടെ ബലം കിടത്തി. വിശ്വാസത്താൽ ഒരു ബാലിന്റെ വായ്ക്ക് തെറ്റി കണ്ടാൽ ശക്തി പ്രാപിച്ചു. രാജ്യങ്ങളെ അടക്കി കണ്ടാൽ അടച്ചു കണ്ടാൽ കാലകാലം നിയമപ്രവൃത്തി വലിയ വിശ്വാസമാണ് കണ്ടാൽ. അവേദന എന്താ പറഞ്ഞറിയാമോ? വിളിച്ചാലും സഹിക്കാനല്ല. പിന്നെന്നറിയാമോ? കുടുംബമെല്ലാം എതിരായാലും, എതിരായാലും, ഭാര്യ എതിരായാലും, അമ്മായിക്കെതിരായാലും, മക്കളെതിരായാലും ഞാൻ ഇവിടെ കടന്നത് കർത്താവെ ആരാധിക്കും. കർത്താവെ ആരാധിക്കും. കാലകാലം നമുക്കതിനു വേണ്ടി ഒരുങ്ങാൻ കർത്താവിന്റെ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു വരുമ്പോൾ മോശയുടെ കാലങ്ങളിൽ മോശ ഇസ്രായേൽ മക്കളെ നായകനായിട്ട് യോശുവയെ മോശ തെരഞ്ഞെടുത്തു. അവരുടെ മുമ്പിൽ നിർത്തി. മോശയെ ദൈവം അടക്കി. വായിക്കുമ്പോൾ മോശ വായിക്കും വിശ്വാസത്താൽ അവൻ ഫറവോന്റെ പുത്രിയുടെ മകനെ വിളിക്കപ്പെടുന്ന നിരസിച്ച് പിന്നെ വായിക്കുന്നത് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമ നേടി എന്ന് മാത്രമല്ല പാപത്തിന് താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതും തിരഞ്ഞെടുത്തു കണ്ടാൽ ഫറവോന്റെ പുത്രിയുടെ മകനെ വിളിക്കപ്പെടാം. കൊട്ടാരത്തില്ല. മറുവശത്ത് കഷ്ടപ്പെടുന്ന ദൈവത്തിന് ജനം കർത്താവ് ഒരു തിരാസിന്റെ രണ്ട് തട്ട്. ഒന്ന് ഫറവോന്റെ പുത്രിയുടെ സ്ഥാനം, അതിന് അടുത്ത ഫറവോനായിട്ട് വേണ്ടതായ സ്ഥാനം. രണ്ട് ദൈവജനത്തിന്റെ നിന്ന. രണ്ടും വെച്ച് നോക്കിയപ്പോൾ ദൈവജനത്തിന് നിന്നയുടെ തട്ട് താണും കർത്താവിന്. അതിന് ഭാരം തോന്നി. തെരഞ്ഞെടുത്തു കർത്താവിന്. കാലകാലം ഒരു വലിയ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കുന്ന ഏതാണെന്ന് പറയാൻ ഈ ലോകത്തിന്റെ നന്മകളാണോ, ഈ ലോകത്തിന്റെ കാര്യങ്ങളാണോ, അതോ ദൈവത്തിന്റെ വഴിയാണോ നമ്മൾ തെരഞ്ഞെടുക്കുന്ന കർത്താവിന്? മോശനെ നിർജീവിച്ചില്ല. മോശ മരിച്ചപ്പോൾ അവനെ അടക്കിയത് പള്ളിക്കാരല്ല അടക്കിയതാണോ? അയൽവക്കാരാണോ അവനെ? മറ്റോ ആരുമല്ല അടക്കി. ആരാണ് അടക്കിയത്? യഹോവയായ ദൈവം തന്നെ മോശ എന്ത് ചെയ്തു? അവനെ അടക്കി. എങ്കിലും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ഇന്നും ആരും എന്ത് ചെയ്യുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ടാവിന്റെ സ്വന്തം ദൈവം ചെയ്ത് ഒരിക്കലും വലിയ കുഴപ്പമാണ്. കണ്ടു കഴിഞ്ഞാൽ ദൈവം ചിലപ്പോൾ ചെയ്യുന്നില്ല. യേശു ജനിച്ച് നമുക്കറിയാം. യേശു വേദനയിൽ യേശു ജനിച്ചു. പക്ഷെ എന്നെ ദിവസം ജനിച്ചെന്ന് കർത്താവ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനിട്ട് കൂടെ ഇപ്പോൾ ക്രിസ്തുമസ് എന്ത് ചെയ്യാം? ആഘോഷിക്കുക കർത്താവിന്റെ സ്വന്തം. ഹല്ലേലൂയ. പത്രോസ് യാക്കോബ് യോഹന്നാനെ പറഞ്ഞു, ഗുരു നാം ഇവിടേക്ക് നല്ലത് ഇവിടെ 3 കുടില് ഉണ്ടാക്കട്ടെ. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് നിനക്ക്, 3 കൂടെ. എനിക്ക് കുടിലില്ല പടത്തില്ല. കർത്താവിന്റെ സ്വന്തം. കർത്താവ് അനുവദിച്ചില്ല. അവിടെ കുടില് പൊങ്ങിയിരുന്നെങ്കിൽ പിന്നെ തൊട്ടപ്പി കുറച്ചാൽ കഴിയുമ്പോൾ കുടിലെന്തായിട്ട് മാറിയനേയും വലിയ പുണ്യസ്ഥലങ്ങളായിട്ട് മാറിയനേയും. ദൈവം പുണ്യസ്ഥലങ്ങൾ ബസ്സിന് ദൈവം പാടില്ല. ബസ്സിന് ദൈവം പള്ളിയിൽ ബസ്സിന് ദൈവം പാടില്ല. വായിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയില്ല. ശരിയായ വിഷയമല്ല ദൈവത്തിന്റെ ആലയം ഉപയോഗിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. കർത്താവ് ഈ മന്ദിരത്തിലാണ് ദൈവത്തിന് പരിശുദ്ധമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഇവിടെ യോശുവയുടെ നേതൃത്വത്തിൽ ജനം കടന്നുന്ന സമയത്ത് വലിയ പ്രതികൂലം ഇങ്ങനെ വരിക. എന്താണെന്നറിയാമോ?
യോർദാൻ നദി മുൻപോട്ട് ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്തെന്ന് ജനത്തിന് അറിയത്തില്ല. വളരെ ഭാരപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ആ സമയത്ത് യോശുവയോട് പറഞ്ഞ ഒരു വചനമാണെന്ന് വാക്യം 3-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ജനത്തോട് കൽപ്പിക്കാൻ വേണ്ടി ദൈവം കൽപ്പിച്ചു. യോശുവയോട് ദൈവം കൽപ്പിച്ചു. എന്താ പറയുക കൽപ്പിച്ചെന്നറിയാമോ? നിങ്ങളെ തന്നെ നിങ്ങളെ ശുദ്ധീകരിപ്പി. നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ അഭിഷേകം പ്രാപിച്ചു, ദൈവമക്കളാ ജീവിക്കുന്നെങ്കിൽ തന്നെയും ഒരു വലിയ വിഷയത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ചില പ്രയാസം നമ്മുടെ നേരെ കവിഞ്ഞൊഴുകുമ്പോൾ കർത്താവിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു വലിയ ശുദ്ധീകരണം ആവശ്യമാണ്. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പി. പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി വന്നിരിക്കുകയാണ്. വലിയ ശുദ്ധീകരണം ആവശ്യമാണ്. നിങ്ങളുടെ ശുദ്ധീകരിപ്പി. നാളെ നിങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ദൈവം എപ്പോഴും ഒരുക്കണം നമ്മുടെ ഇത് പ്രവർത്തിക്കാൻ വേണ്ടി. വിശാഖടുത്ത് വെച്ച് ഒരു സഹോദരന്റെ വായിലിങ്ങനെ ഉരുണ്ട് കിടന്ന് കർത്താവിന് ഉടനെ പാസ്റ്റർ ചോദിച്ചു, എന്താ ഇങ്ങനെ ഉരുണ്ടെല്ലാം മഴവരാണെന്ന് ചോദിച്ചു. തട്ടി നോക്കിയപ്പോഴും മനസ്സിലാക്കില്ല. തമ്പാക്ക് തമ്പാക്ക് ഒരു സാധനം പുതിയ സാധനം കർത്താവിന് നമ്മുടെ ഇടയിൽ അങ്ങനെ ആരും ഇല്ലാതിരിക്കാൻ നല്ലോണം അറിയാം. ഇങ്ങനെ പാട്ട് കർത്താവിന് സ്വന്തം ഒരു വലിയ ശുദ്ധീകരണമാണ് ഇതിന് ആവശ്യമായിരിക്കുന്നത്. കർത്താവിന് സ്വന്തം നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. കർത്താവിന് സ്വന്തം ദൈവം എവിടെയും ഇറങ്ങി വസിക്കണമെങ്കിൽ വലിയ ശുദ്ധീകരണം ഇല്ലാതെ ദൈവത്തിന് ഒന്നും പ്രവർത്തിക്കാൻ വായിക്കുമ്പോൾ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ മരണം ലഭിക്കണമെങ്കിൽ വലിയ ശുദ്ധീകരണത്തിന് വേണ്ടി കാണിക്കേണ്ടതായിട്ട് ഓർമ്മ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-12 വായിക്കുന്നത് വായിച്ചാൽ ഓർമ്മ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 11-12 അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണെ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാമത്തെ ദിവസം യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിലിറങ്ങും. ദൈവം ഇറങ്ങാൻ വേണ്ടി പോകുന്ന മുമ്പായിട്ട് ദൈവം കൽപ്പിക്കുകയാണ് 3 ദിവസം ജനം എന്ത് ചെയ്യണം? ശുദ്ധീകരണം പ്രാപിക്കണം. ദൈവത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തെ കാണുന്നതിന് മുമ്പായിട്ട് ഒരു വസ്ത്രം അലക്കി ശുദ്ധീകരണം പ്രാപിക്കട്ടെ എന്നാണ് ദൈവം കൽപ്പിച്ച കർത്താവ്. ജനം അതുപോലെ അനുസരിച്ചു വസ്ത്രങ്ങളെ അലക്കി ശുദ്ധീകരണത്തോടുകൂടി കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നേരം വെളുത്തു കഴിഞ്ഞാൽ 3-ാം ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഇടിമുഴക്കവും മിന്നലും കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനി ഉണ്ടായി. അവിടെ ഉണ്ടായി. പിന്നെ പാളയത്തിലുള്ള ജനമൊക്കെ നടുങ്ങി. ദൈവത്തെ എതിരേൽക്കാൻ മോശ ജനത്തെ പാളയത്തിൽ പുറപ്പെടുവിച്ചു. ദൈവം സീനായി മലയിൽ ഇറങ്ങി കർത്താവിന് ശുദ്ധീകരണത്തിലേക്ക് ജനം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഇറങ്ങി വസിച്ചു. പ്രകാശിച്ച വിഷയമാണ് ശുദ്ധീകരണം എന്നുള്ള വിഷയം. ശുദ്ധീകരണം കൂടാതെ ആരും ഒരു നാൾ ദൈവത്തെ അറിയത്തില്ല, കാണത്തില്ല. കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാത്തിരിക്കുമ്പോൾ രോഗസൗഖ്യമായിക്കൊള്ളട്ടെ, അത് കുടുംബത്തിലെ ചില ജീവിതങ്ങളുടെ വിടുതലായിക്കൊള്ളട്ടെ, മറ്റേത് വിഷയമായിക്കൊള്ളട്ടെ, അത് നമ്മൾ കാത്തിരിക്കുമ്പോൾ വലിയ ഒരുക്കം ശുദ്ധീകരണം തന്നെ പറയുന്ന ആവശ്യമാണ്. അങ്ങനെ ചില കാത്തിരുന്നപ്പോൾ അവിടെ സീനായി മലയിൽ ഇറങ്ങി കർത്താവിന്റെ സ്തോത്രം. ശുദ്ധീകരണത്തെ പറ്റി പഠിക്കുമ്പോൾ 2 രീതിയിലുള്ള ശുദ്ധീകരണമുണ്ട്. ഒന്ന് മറ്റുള്ളവരുമായി ബന്ധമുള്ള ശുദ്ധീകരണമുണ്ട്. 2 തന്നത്തിനുള്ള ശുദ്ധീകരണമുണ്ട്. ശുദ്ധീകരണം 2 രീതിയിലുള്ള ഏതൊക്കെയാണ് പറഞ്ഞിട്ട്? മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള ശുദ്ധീകരണമുണ്ട്, പിന്നെ തന്നത്തിനുള്ള ശുദ്ധീകരണമുണ്ട്. മറ്റുള്ളവരുടെ ബന്ധത്തിന്റെ ശുദ്ധീകരണത്തെ പറ്റി ഒരു വാക്യം വായിച്ചാട്ട് എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കും. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല. അയൽവക്കക്കാരുടെ മാത്രമാണോ?
എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കും. പറയുമ്പോൾ നിന്റെ ഇടത്തെ ചെകിട്ടത്ത് അടിക്കുന്നവരെ വലത്തെ ചെകിട്ടും എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്ക. നിന്റെ വസ്ത്രം എടുക്കുന്നവരെ നിന്റെ പുതപ്പ് എന്ത് ചെയ്യണം? വിട്ടു കൊടുക്ക. നിന്നോട് ഒരു നാഴിക നടക്കാൻ പറഞ്ഞവരുടെ അടുത്ത് 2 നാഴിക നീയിലൂടെ നടന്നു പോകുക. നിന്നെ ശമിക്കുന്നവരെ നീ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുക. കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പിതാവിന്റെ മക്കളായി തീരുക. സമാധാനം ആചരിച്ച് അതിന് മതം വന്നാലും വഴക്കുണ്ടാക്കാൻ വന്നാലും നമ്മളങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ പോയി ഇങ്ങോട്ട് ഒരു വഴക്കുണ്ടാക്കാൻ പോയില്ല. എന്നാലും സ്നേഹിത കർത്താവിനെ ഒറ്റുകൊടുത്തു തരാം. ശിഷ്യന കർത്താവിനെ അടുത്തോട്ട് വന്നിട്ട് കർത്താവിനെ ചുംബിച്ചു. ആ ചുംബൻ എങ്ങനെ ചുംബനമായിരുന്നു? കർത്താവ് മനസ്സിലായി. കർത്താവിന് വേണ്ടി പറയാൻ നീ ആള് കൊള്ളാമല്ലോ. ഇത്രയും നാള് 3 വർഷക്കാലം ഞാൻ നിന്റെ കൂടെ നടന്ന് പണസഞ്ചി നിന്നെ ഏൽപ്പിച്ച് പിന്നെ ആരായിരുന്നു അവിടുത്തെ ഗസ്റ്റിന്റെ കൂട്ടത്തെ കാശിലായിരുന്നു. പണപണമാണ് ഇടപാടല്ല ഇവനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ എല്ലാം കൊണ്ട് നടന്ന് 5 അപ്പം നഗരം വരെ പോഷിപ്പിച്ചപ്പോൾ 12 കൊട്ട എന്ത് ചെയ്തു? ഞാൻ വേറെ ചേർത്തപ്പോൾ നിനക്കൊരു കൊട്ട എന്ത് ചെയ്താ തന്നതാ. നീ അവിടെ തലവെച്ചോണ്ട് പോയതാ. കർത്താവിന്റെ സ്തോത്രം. അന്ന് വലിയ സന്തോഷമൊക്കെ ആയിരുന്നു. കർത്താവിന്റെ സ്തോത്രം. കൊട്ട തലയോട്ട് കയറുമ്പോ വലിയ സന്തോഷം. നന്മകൾ വരുമ്പോ മാത്രം കർത്താവ് സന്തോഷിക്കുക. കർത്താവിന്റെ സ്തോത്രം. നീ കടന്നു പോകേണ്ട സമയങ്ങളിൽ നീ കർത്താവിനെ പാടി സംഘത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും നമ്മൾ പനി വരുമ്പോഴും കഷ്ടം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും ഏത് കാലത്തും യഹോവയെ വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്നെ അത് പാടിയെന്നറിയാമോ? എന്തെങ്കിലും വായിക്കുന്നുണ്ട്. ദാവീദ് അബീമേലെക്കിന് മുമ്പിൽ ഓടുമ്പോൾ പാടിയ പാട്ട്. അബീമേലെക്കല പിടിച്ചപ്പോൾ ദാവീദ് ഭ്രാന്തനെ പോലെ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ട് സ്വന്തം ഇസ്രായേലിലെ മധുരകാരനായിരുന്ന ദാവീദ് ഇപ്പോൾ ഇതാ ഭ്രാന്തനെ പോലെ അഭിനയിക്കുന്ന രംഗമാണ്. ഈ ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടി വന്നാലും ദൈവത്തിന്റെ മാർഗം ചെയ്യാൻ ആത്മാപൂർണ്ണൻ ഭ്രാന്തൻ എന്ന് ജനം അറിയും. ആത്മാപൂർണ്ണൻ ഭ്രാന്തൻ. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ് മുമ്പോട്ട് കളിയാക്കിയാലും നിന്നെ ഭ്രാന്തൻ പറഞ്ഞാലും നിന്നെ നിന്ദിച്ചാൽ നീ ഭയപ്പെട്ടു പോകരുത് കേട്ടോ. ഭാഗത്തിലേക്ക് ചെല്ലുമ്പോൾ പക്ഷേ നിന്റെ ആലോക്കാരൻ നിന്നെ കളിയാക്കും കേട്ടോ. നീ ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. നിന്റെ ഉള്ളിൽ പാർന്നിരിക്കുന്ന ശക്തി അറിയാമോ? ശക്തി അറിയാമോ? ദൈവത്തിലെ ശക്തിയാണ് കേട്ടോ. അഭിഷേക പ്രാവശ്യം കേട്ടപ്പോൾ സന്തോഷം. ശാസ്ത്രിക്കുന്നതിന്റെ മേലും ആത്മാധികം പാടുന്നു. അന്ത്യവാദ സർവ്വത്തിന് മേലും പകരം വ്യത്യാസമൊന്നുമില്ല. വളർത്തുമെന്നോ ഉയരം കുറഞ്ഞവനെന്നോ ഉയരം കൂടിയ ഏറ്റവും കൂടി ഉയരം കൂടിയാണ്. ഉയരം കൂടിയവരൊന്നും വ്യത്യാസമില്ല. കർത്താവിന്റെ സ്തോത്രം. എല്ലാവരുടെ പേരും അന്ത്യകാലത്ത് സർവ്വത്തിനും എന്റെ ആത്മാവിനെ പകരും. പിന്നെ പ്രവചിക്കും. കർത്താവിന് വളരെ സ്തുതിക്കുക. കർത്താവിന്റെ സ്വന്തം ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചല്ലോ. കർത്താവിന്റെ സ്വന്തം എന്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും നിറയപ്പെടണം. കർത്താവിന്റെ പുത്രന്മാർ സ്വപ്നങ്ങളെ എന്ത് ചെയ്യും? കാരണം ദാസന്മാരുടെ പേരും ദാസിമാരുടെ പേരും കൂടെ ആ നാളിലേക്ക് ആത്മാവ് എന്ത് ചെയ്യും? ഓരോട്ടം കവിത കർത്താവിന്റെ സ്വന്തം ഓരോട്ടം കറിയ സമയത്ത് എന്ത് ചെയ്തു? അടുത്ത അതിൽ ആരാണ് ശബ്ദം കേട്ടപ്പോൾ അവിടെ നിന്ന് അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ചു. കർത്താവിന്റെ ആരെയാലും പോയില്ല കേട്ടോ. കർത്താവിന്റെ സുബോധത്തിന്റെ ആത്മാവാണ്. എത്ര ആത്മാവെന്ന് പറഞ്ഞാലും നമുക്ക് സുബോധമുണ്ട് കേട്ടോ. സാത്താന്റെ ആത്മാവ് സുബോധമില്ല കേട്ടോ. ദൈവത്തിന്റെ ആത്മാവ് സുബോധമുണ്ട് കേട്ടോ. കർത്താവിനെ ആരാധിക്കാം. കർത്താവിന്റെ പകലകാലം ദൈവമക്കൾ ഇത്രമാത്രം ആരാധന കാണുവാൻ നമുക്ക് തന്നെ സൂചിക്കാം. എന്റെ മനസ്സ് വളരെ സന്തോഷിച്ചു. കാര്യം
ദൈവത്തെ ആരാധന കണ്ടപ്പോൾ വലിയ കൂട്ടത്തിൽ ഇതിൽ എത്തി. ചെറിയ കൂട്ടമായിരുന്നാലും ദൈവത്തെ കർത്താവിനെ ആരാധിക്കും. അറിയാം ഞാൻ ഒരുമിച്ച് എത്രയോ പാവപ്പെട്ട ഭവനങ്ങളിൽ കർത്താവിന്റെ ചോപ്പടികളിൽ പോയി കർത്താവ് കർത്താവ് സാക്ഷി സമയങ്ങളുണ്ട്. കർത്താവിന്റെ സ്വന്തം എന്റെ ലക്ഷ്യം മുഴുവനും പാവപ്പെട്ടതായ ഇനത്തിന് നടുവിലാണ്. കണ്ടാല് ഞാൻ ആരുടെ സ്ഥാനത്ത് അത് സാധ്യമല്ലെങ്കിൽ തന്നെയും എന്റെ ഹൃദയം മുഴുവൻ എപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ്. കർത്താവിന് സ്വതമല്ലോ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന് അപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കേണ്ട ഒന്നാമത്തെ വിഷയം പറയുമ്പോൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുകയും ശുദ്ധീകരണം കൂടാതെ ജോലി സ്ഥലത്തായാലും കേട്ടോ എല്ലാം വളരെ ജോലിക്കാരാണ് ഞാൻ കർത്താവിന് ജോലി സ്ഥലത്ത് പക്ഷെങ്കിൽ കൂടെ വരുന്നവരൊക്കെ ചെയ്യുന്നവരെ വഴിയായിട്ട് ചിലപ്പോൾ പല പ്രയാസങ്ങൾ വന്നെന്നിരിക്കാം. എന്നാൽ അവരോട് വഴക്കൊന്നും പോകരുത്. കർത്താവിനെ നമ്മുടെ നീതി ഒന്നും വെളിപ്പെടുത്താനൊന്നും പോകണ്ട. ഒരു പക്ഷെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ന്യായമൊന്നും ലഭിക്കാതെ പോയേക്കാം. അയ്യോ ഇങ്ങനെ പറഞ്ഞു, അത് എന്റെ ന്യായം എന്റെ കർത്താവ് മക്കളിരിക്കുന്നു. നന്മകളൊന്നും ദൈവം മുടക്കത്തില്ല. സമയത്ത് വഴി ഓർമ്മ കഴിഞ്ഞാൽ ഏറെ വഴി കൂടെ കൊണ്ടുതരും ദൈവം കർത്താവിന്. അപ്പോൾ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ വായിച്ചു. ഇനി തന്നെ ശുദ്ധീകരണം പ്രാപിക്കേണ്ട വിഷയമുണ്ട്. ഫിലോസിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം എന്ന് വായിച്ചു. ഫിലോസിന്റെ 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ സ്വന്തം വിഷയത്തിൽ പറയുകയാണ്. അങ്ങനെയുള്ള അവയവങ്ങളെ നിങ്ങൾ മരിപ്പിക്കുകയും ഈ വക ഭാഗം ഞാൻ പറയുന്നത് ഏതൊക്കെയാണുള്ളത്. ഈ വക നിമിത്തം ദൈവത്തിന്റെ കോപം അനുസരണത്തോടെ മേൽ ദൈവത്തിന്റെ കോപം വരുന്നു. ഈ ദൈവത്തിന്റെ കോപം ഇങ്ങനെ പ്രവർത്തിക്കുന്ന മേൽ എന്ത് ചെയ്യും? ദൈവത്തിന്റെ കോപം എന്ത് ചെയ്യും? വരുന്നു. 5-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെ 5-6 വാക്യങ്ങൾ വരെ നമ്മൾ വായിക്കുന്നുണ്ട്. യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും വരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർ പൂജിതം. പിന്നെ ചീത്തത്തരം കേട്ടോ ചീത്തത്തരം പിന്നെ തമാശ പറഞ്ഞില്ലയോ? ഒരു നേരം പോകും അല്ലേ? അതിനകത്ത് പ്രത്യേക ഒരു സന്തോഷം ഇല്ലയോ? തമാശ പറയുമ്പോ ചീത്തത്തരം പിന്നെ പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇങ്ങനെ ചേർത്തില്ലാത്ത ദൈവമക്കൾക്ക് ഒന്നും അരുത്. പിന്നെ എപ്പോഴും അത് വന്ന് പറയണം സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ സ്തോത്രം വിടാതെ അർപ്പിക്കണം. പിന്നെ നാട് വായിക്കും. ഈ വക നിമിത്തം ദൈവകോപം എന്ത് ചെയ്യുന്നു? വരുന്നു. അല്ലെങ്കിൽ വായിക്കുമ്പോൾ ആ ഭാഗം വായിക്കാം. ഈ വക നിമിത്തം ദൈവകോപ അവസരങ്ങളുടെ മേൽ വരുന്നു. അടുത്ത വായിക്കുന്ന വായിച്ചാട്ടെ. സ്വതന്ത്രം അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. മുമ്പേ നമ്മളിങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ഇപ്രകാരമായിരുന്നു. സ്വതന്ത്രം ഇതിനെക്കാളും കൂടുതൽ സ്വഭാവം എനിക്കുണ്ടായിരുന്നു കഥാവിന്റെ സ്വതന്ത്രം. എന്നാൽ അടുത്ത വായിക്കുന്ന വായിച്ചാട്ടെ. കഥാവിന്റെ സ്വതന്ത്രം ഇപ്പോൾ ദൈവമക്കളായി തീർന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ചില കുഴപ്പങ്ങൾ ചിലപ്പോൾ ചില ഈ താഴെ പറഞ്ഞ ചില കാര്യങ്ങൾ സംഭവിക്കാൻ കഴിയുമുണ്ട്. ഇപ്പോഴോ നിങ്ങളും കോപം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലപ്പോഴും ദൈവമക്കളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? കോപം ഒരു വൃദ്ധമപ്പോ വലിയ വിഗ്രഹാരാധന